നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. CPM-നോട് ഇടിഞ്ഞു നിൽക്കുന്ന ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ കോൺഗ്രസ് പിന്തുണച്ചേക്കും. MV ഗോവിന്ദൻ അധിക്ഷേപിച്ച കാര്യം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗനിക്കാത്തതിൽ കടുത്ത അമർഷം സുധാകരനുണ്ട്. 5 വർഷം മുമ്പ് തനിക്കെതിരെ പാർട്ടി നടപടിയെടുത്തപ്പോൾ തുടങ്ങിയ സുധാകരൻ്റെ അതൃപ്തിയാണ് ഇപ്പോൾ പൊട്ടിത്തെറിയിലെത്തിയത്. CPM-ൽ നിന്ന് പുറത്തുപോയാൽ ജി സുധാകരൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത്? ഈ ചോദ്യം നൽകുന്ന രാഷ്ട്രീയ സാധ്യതകളിലാണ് കോൺഗ്രസിൻ്റെ കണ്ണ്. 1977-ൽ KSU DSU പ്രവർത്തകരുടെ മർദ്ദനമേറ്റ് രക്തസാക്ഷിയായ ജി ഭുവനേശ്വറിൻ്റെ സഹോദരൻ കൂടിയായ ജി സുധാകരന് സ്വീകാര്യമാകുന്ന വഴിയാണ് കോൺഗ്രസ് തേടുന്നത്. അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്രനായാൽ പിന്തുണയ്ക്കാമെന്ന സാധ്യത കോൺഗ്രസിന് മുന്നിലുണ്ട്. രണ്ടുട്ടയ നിബന്ധനയുടെ ചങ്ങലയില്ലാത്തതിനാൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജി സുധാകരൻ. സുധാകരന് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് സ്ഥാനാർത്ഥിക്കാര്യം ചർച്ച ചെയ്യാൻ കഴിഞ്ഞയാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജില്ലാ സെക്രട്ടറി R നാസർ പറഞ്ഞപ്പോൾ വെട്ടിയത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു. അതിൻ്റെ അതൃപ്തിയിലിരിക്കുമ്പോഴാണ് വാർത്താ സമ്മേളനത്തിലെ MV ഗോവിന്ദൻ്റെ ചിരി കാണുന്നത്. അന്നു തന്നെ CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ വിളിച്ച് ജി സുധാകരൻ പ്രതിഷേധം അറിയിച്ചു. പ്രശ്നമുണ്ടാക്കരുതെന്ന ബേബിയുടെ അഭ്യർത്ഥന ഫലം കണ്ടില്ലെന്നാണ് ഇന്നത്തെ പരസ്യ പ്രതികരണം വ്യക്തമാക്കുന്നത്. സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ തുടർച്ചയായി തന്നെ അവഗണിക്കുന്നതാണ് സുധാകരൻ്റെ വികാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വീഴ്ചയുടെ പേരിലുണ്ടായ പാർട്ടി നടപടി, പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയത്, പുന്നപ്ര വയലാർ അനുസ്മരണം ഉൾപ്പെടെയുള്ള പാർട്ടി പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയത്, തൻ്റെ കാലത്ത് തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് പോലും ക്ഷണിക്കാത്തത് തുടങ്ങി സുധാകരൻ നിരത്തുന്ന കുറ്റപത്രം നീളുന്നു. ആലപ്പുഴയിലെ സുധാകരൻ്റെ മുഖ്യ എതിരാളിയായി മന്ത്രി സജി ചെറിയാൻ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി. മെമ്പർഷിപ്പ് പുതുക്കിയില്ലെങ്കിലും സുധാകരന് അനുഭാവിയായി തുടരാമെന്നാണ് ഇടതുമുന്നണി കൺവീനർ പറഞ്ഞത്. പ്രശ്നം മുന്നണിയെ ബാധിക്കില്ല. എന്നാൽ ജി സുധാകരൻ്റെ ചെയ്തിയിലെ അതൃപ്തി മന്ത്രി V ശിവൻകുട്ടി തുറന്നടിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.